അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമങ്ങളായ നാമങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബ് എന്ന നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അർ റഹ്മാൻ അർ റഹീം എന്ന രണ്ട് നാമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വബി തൗഫീഖ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സുപരിതമായി സാധാരണയായി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മളതിന് മലയാളത്തിൽ പറയാവുന്ന അർത്ഥം പരമകാരുണ്യകനും, എന്താ പറയലേ, കരുണാനിധിയും അല്ലേ. പറഞ്ഞാൽ അർ റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ റഹ്മത്ത് സത്തയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നവൻ, അതാണ് അർ റഹ്മാൻ. അർ റഹീം എന്നത് ആ നിറഞ്ഞു നിൽക്കുന്ന റഹ്മത്ത് കണക്കില്ലാതെ നൽകുന്നവൻ. ഇതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായി പറയാൻ പറ്റുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ സത്തയിൽ തന്നെ പരിപൂർണതയോടുകൂടി ഒരു ന്യൂനതയുമില്ലാതെ ഒരു കുറവുമില്ലാതെ റഹ്മത്ത് നിറഞ്ഞു നിൽക്കുന്നവൻ അർ റഹ്മാൻ. അർ റഹീം എന്നത് ഉദ്ദേശിക്കുന്നത് ആ റഹ്മത്തിനെ തൻ്റെ സൃഷ്ടികൾക്ക് വിതരണം ചെയ്യുന്നവൻ. നമ്മുടെ നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് റഹ്മാൻ സമ്പൂർണമായ റഹ്മത്ത്, കാരുണ്യം ഉള്ളവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ചെറുതോ വലുതോ പ്രത്യക്ഷമോ പരോക്ഷമോ പ്രത്യേകമായതോ പൊതുവെയുള്ളതോ ഐഹികമോ പാരത്രികമായ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവ് അതാരാ? അല്ലാഹുവാണ്. അതൊക്കെ അവൻ്റെ റഹ്മത്തിൻ്റെ ആ റഹ്മത്തിൽ നിന്നാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
പണ്ഡിതന്മാർ സാധാരണ വിശദീകരിക്കാറുള്ള കാര്യമാണ്. മിൻ അസ്മാ ഇല്ലാഹി അസ്സ വജൽ ഹുസ്ന, അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്നിടത്ത് പറയുന്ന കാര്യമാണ് അർ റഹ്മാൻ റഹീം ഫഹുവ ദുർ റഹ്മത്തുൽ വാസിഅ അശ്ശാമില ലിജമീഇ ഖൽഖിഹി. അതാണ് മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യം. സത്തയിൽ തന്നെ വിശാലമായി പൂർണ്ണമായ അർത്ഥത്തിൽ റഹ്മത്ത് ഉള്ളവൻ, അവൻ്റെ സൃഷ്ടികൾക്ക് അത് ചെയ്യുന്നവൻ. ഇതാണ് അർ റഹ്മാൻ റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തെളിവ് ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏകനാണ്, ഏകനായ ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല. അർ റഹ്മാനുർ റഹീം, അവനെന്താണ്? റഹ്മാനും റഹീമുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അവൻ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് എന്നതിന് ധാരാളം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞാൽ അവിടെ അള്ളാഹുവിനനുസരിക്കുന്നവരെന്നോ അവന് ഇബാദത്ത് ചെയ്യുന്നവരെന്നോ അവനിൽ വിശ്വാസമുള്ളവരെന്നോ വിശ്വാസി അവിശ്വാസി എന്നൊന്നുമില്ല. അവൻ്റെ റഹ്മത്ത് അവൻ എല്ലാവർക്കും നൽകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഖസസിൻ്റെ 73-ാമത്തെ വചനം, വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിലിഹി വലഅല്ലക്കും തഷ്കുറൂൻ. വമിൻ റഹ്മതിഹി, അവൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, അവൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ജഅല ലക്കുമുൽ ലൈല വന്നഹാറ, നിങ്ങൾക്ക് രാവുകളും പകലുകളും ഉണ്ടാക്കി തന്നു എന്നുള്ളത്. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല, ആണോ? രാവും പകലും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അല്ലേ? എന്തിനാണ്? ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനും വലിതബ്തഗൂ മിൻ ഫളിലിഹി, അള്ളാഹുവിൽ നിന്നുള്ള ഫളിൽ അത് നിങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനും, നഹാർ പകൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവനങ്ങൾ തേടിപ്പോകാനും വേണ്ടി രാവും പകലുമായി അള്ളാഹു നിശ്ചയിച്ചു. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ഇത് കാഫിർ മുസ്ലിം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും. എന്തിനാണ്? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ അർ റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് അവൻ്റെ സത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് അവൻ എല്ലാവർക്കും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ റഹീം എന്നുള്ളത് ഒന്നുകൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റഹ്മാനും റഹീമിന് നമ്മൾ മുമ്പ് ചെറുപ്പത്തിൽ പഠിച്ചു വന്നൊരു വിശദീകരണം കൂടെ ഉണ്ട്. എന്താ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടവനും കീഴ്പ്പെടാത്തവനും റഹ്മത്ത് ചൊരിയുന്നവൻ, കാരുണ്യം ചൊരിയുന്നവൻ. റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വിശ്വസിച്ച ഈമാനുള്ള ആളുകൾക്ക് കരുണ ചൊരിയുന്നവൻ. ആ അർത്ഥത്തിലും അതിന് വിശദീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ തെളിവുണ്ട്. റഹീം അവൻ്റെ അടിമകൾക്ക് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അറാഫിലെ 156 കാണാം, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്. അത് വേറൊരു ഭാഗമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ആ റഹ്മത്തിൽ, എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്. എന്നാൽ ഫസഅക്തുബുഹാ, അതിൽ ഞാൻ രേഖപ്പെടുത്തും, പ്രത്യേകമായി എഴുതി രേഖപ്പെടുത്തും. ലില്ലദീന, ഒരു കൂട്ടർക്ക്, മൊത്തത്തിൽ എല്ലാവർക്കും അള്ളാൻ്റെ കാരുണ്യമുണ്ട്. അതിൽ ചില ആളുകൾക്ക് രേഖപ്പെടുത്തും. ആർക്കാണത്? യത്തഖൂൻ, ആരാണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ. വയുതൂന സകാത്ത, ആ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സകാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകൾക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ്. ഈമാനുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹു എന്താക്കും? രേഖപ്പെടുത്തും. പണ്ഡിതന്മാർ റഹീമും റഹ്മാനും വിശദീകരിക്കുന്നിടത്ത് ഈ വചനം എടുത്തുകൊണ്ടിരുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റഹ്മത്ത് കൊടുക്കുന്നുണ്ട് അള്ളാഹു, പ്രത്യേകം ചില ആളുകൾക്ക് അവൻ്റെ റഹ്മത്ത് ചൊരിയുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ. ഇനി റഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് മാത്രം ഉള്ള നാമമാണ്. ചില നാമങ്ങൾ അങ്ങനെ ഉണ്ട്.
അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇപ്പോൾ ഒരാളോടൊന്ന് ചോദിച്ചോളൂ എന്നോട്, അള്ളാഹുവിൻ്റെ പേര് എങ്ങനെ നമുക്ക് ഇടാൻ പറ്റുമോ? ചില നാമങ്ങളെ സംബന്ധിച്ച് ഈ പേര് വേറൊരാൾക്ക് ഇടാൻ പാടില്ല. അള്ളാഹു അവന് പറഞ്ഞിട്ടുള്ള നാമങ്ങളിൽ ചിലത് അത് വേറെ ഒരു സൃഷ്ടിക്കും അവൻ അനുവദിക്കുന്നില്ല. അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തിപ്പറയുന്ന നാമങ്ങളിൽ ഒരു നാമാണിത് അർ റഹ്മാൻ. കാരണം അർ റഹ്മാൻ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവൻ്റെ സത്തയിൽ തന്നെ ചേർത്തിപ്പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് ആരെങ്കിലും റഹ്മാൻ എന്ന് പേരിടാണെങ്കിൽ എന്ത് വേണം? അബ്ദുറഹ്മാൻ ഒക്കെ അല്ലേ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ ആ റഹ്മാൻ റഹീം എന്ന് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ നോട്ടൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇങ്ങനെ വായിച്ചപ്പോഴത് കണ്ടത്. പിന്നെ എനിക്ക് തോന്നി അതങ്ങനെ വായിച്ചാൽ മതിയെന്ന്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വായിക്കാം. അങ്ങനെ അർത്ഥം പറഞ്ഞ് ഇങ്ങനെ വായിച്ചാൽ തന്നെ റഹ്മാൻ റഹീം എന്താണെന്ന് മനസ്സിലാക്കാം. ഏതായിരുന്നാലും അതിങ്ങനെ വിശദീകരിച്ച് അവസാനിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന കാര്യം, വൽ ഹാസിൽ അന്ന മിൻ അസ്മാഇഹി തആല മാ യുസമ്മ ബിഹി ഗൈറ വമിൻഹാ മാ ലാ യുസമ്മ ബിഹി ഗൈറ. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ നൽകിയിട്ടുള്ള, അവൻ തന്നെ പറഞ്ഞിട്ടുള്ള നാമങ്ങളിൽ അവനിലേക്ക് മാത്രം, അവന് മാത്രം പറയാൻ പറ്റുന്ന പേരുകളുണ്ട്, മറ്റുള്ളവർക്കും വിളിക്കാൻ പറ്റാവുന്ന നാമങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു കസ്മില്ലാഹി വർ റഹ്മാൻ മാ ലാ യുസമ്മ ബിഹി ഗൈറ കസ്മില്ലാഹി വർ റഹ്മാൻ വൽ ഖാലിഖ് വർ റാസിഖ് വനഹ്വു ദാലിക. എന്നാൽ അല്ലാഹ് എന്ന നാമം പോലെ റഹ്മാൻ, ഖാലിഖ്, റാസിഖ് ഇതുപോലുള്ളതൊന്നും ഒരിക്കലും എന്താക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് ചേർക്കാൻ പാടില്ല. റാസിഖ് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹ് മാത്രമാണ്. ഖാലിഖ് അല്ലാഹു മാത്രമാണ്. ഇങ്ങനെ അവനിലേക്ക് മാത്രം പറയുന്ന നാമങ്ങളും ഉണ്ട്. ആ നാമങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണേത്? അർ റഹ്മാൻ. ഇനി റഹീം എന്ന നാമം അത് സൃഷ്ടികളിലേക്കും എന്തായിട്ടുണ്ട്? ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഒന്ന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രവാചകൻ റഹീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് തൗബയിലെ 127-ാമത്തെ വചനം, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ അങ്ങേയറ്റം സ്വന്തത്തെക്കാളേറെ നിങ്ങളെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പറയാണ്, നിങ്ങളുടെ വിഷയത്തിൽ, മുഅ്മിനുകളുടെ കാര്യത്തിൽ അദ്ദേഹം റഊഫും റഹീമുമാണ്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നത് പോലെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത് പോലെ, കാണുന്നത് പോലെ അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അറിഞ്ഞോ അറിയാതൊക്കെ. ആ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടുവരാറുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇതെന്താ? അള്ളാഹു റഹീമാണ്. ഇവിടെ എന്താ പറഞ്ഞ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹീമാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങളിൽ ചിലത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം അടുത്തായത് നോക്കൂ. എന്താ? സൂറത്ത് ഇൻസാൻ എൻ്റെ തുടക്ക ഭാഗം അല്ലേ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ. ബാക്കി ലം യകുൻ ശൈഅൻ മദ്കൂറ. എന്താ അർത്ഥം? ആ മനുഷ്യൻ, അവൻ്റെ പ്രത്യേകത അവന് അറിയില്ലേ? അവനെക്കുറിച്ച് അവന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടത്? ഒരു 40 വർഷം 41 വർഷം മുമ്പ് എന്നെക്കുറിച്ച് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിക്കുന്നതിൻ്റെ മുന്നേ ആർക്കെങ്കിലും അറിയോ? ഒരിക്കലും അറിയില്ല. നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തോട് ചോദിക്കാൻ, ബുദ്ധിയോട് ചോദിക്കാൻ, മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ലേ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. എന്നിട്ടോ നാം സൃഷ്ടിച്ചു ഒരു ബീജഗണത്തിൽ നിന്ന്. എന്തിനാണത് സൃഷ്ടിച്ചത്? നബ്തലീഹ്, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെ എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോഴെങ്കിലും ആളുകൾ വിചാരിക്കുക എന്താ അറിയോ? നമ്മളിവിടെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നാണ്, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നാണ്, ഒരു കുഴപ്പമുണ്ടാവരുത് എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല
പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ എന്താ പറഞ്ഞത്? പരീക്ഷണങ്ങളാണ്. അത് ചിലപ്പോൾ നന്നായി സുഖലോലുപത തന്ന് പരീക്ഷിക്കും, ചിലപ്പോൾ അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ തന്ന് പരീക്ഷിക്കും, ഇതൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും എന്നിട്ട് തുടർന്ന് പറയാണ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു ബസീറാണ്. അല്ലാഹു എന്താണ്? സമീഅൻ. എന്നാൽ മനുഷ്യനെ നാം എന്താക്കി? സമീഉം ബസീറുമാക്കി. അതുകൊണ്ട് മനുഷ്യരൊക്കെ അള്ളാഹിനെ പോലെ സമീഉം ബസീറാണോ? ആണോ? അല്ല. അതുപോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാൽ റഹീമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ അല്ലേ? രണ്ട് വ്യത്യാസമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അതിനതിരുകളില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അത് അവസാനിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അത് തുടങ്ങിയതല്ല, അതുള്ളതാണ്. സൃഷ്ടികളിലേക്ക് ഇതൊക്കെ നേരെ ഓപ്പോസിറ്റുമാണ്. ഓരോന്നോരോന്ന് വിശദീകരിക്കേണ്ട കാര്യമല്ല അല്ലേ? ഏതായിരുന്നാലും റഹീം എന്ന നാമം മനുഷ്യരിലേക്കും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റഹ്മാൻ എന്ന നാമം എന്താക്കാൻ പാടില്ല? സൃഷ്ടികൾക്ക് ചേർക്കാൻ പാടില്ല. അത് മനസ്സിലായല്ലോ അല്ലേ? വറഹ്മാനു മിൻ അസ്മാഇൽ ഖാസ ബിഹി സുബ്ഹാനഹു വലാ യജൂസു അൻ തുൻസബു ലിഗൈരിഹി. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ഒരു കോട്ടിംഗ് ആണത്. എന്താ? റഹ്മാൻ അള്ളാഹുവിന് ഖാസായിട്ടല്ല പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും തന്നെ മറ്റൊരാളിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. ഖാല തആല, ആയത് വായിക്കും. ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. എന്താ? ഖുലിദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ എന്ത് വിളിച്ചോളൂ? അള്ളാഹു എന്ന് വിളിച്ചോളൂ, അള്ളാഹ് എന്ന് വിളിച്ചോളൂ. അബിദുർ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാനെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങളത് ഏത് വിളിച്ചാലും അത് എന്തിൽപ്പെട്ടതാണ്? അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. ഇത് അള്ളാഹു എന്ന നാമത്തോടൊപ്പം നിങ്ങൾ വിളിച്ചോളൂ എന്നെടുത്തു പറഞ്ഞ ഒരു നാമാണിത് റഹ്മാൻ. അത് ഖാസായിട്ട് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞു എന്നതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള സൂചിപ്പിക്കുന്നത്. ഇനി മൊത്തത്തിൽ ഈ രണ്ടു നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ അർ റഹ്മാൻ എന്ന വാക്ക് 57 പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണ്? 57 പ്രാവശ്യം അർ റഹ്മാൻ എന്ന നാമം വന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കുകയാണ്. അർ റബ്ബ് എന്ന നാമം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കണക്കുണ്ടായിരുന്നു. എണ്ണം കറക്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു സംഖ്യ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ആദ്യം കൈ എന്തിച്ചിന് ആൾക്ക്. അർ റബ്ബ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാനാണ്. ആരും ശ്രദ്ധിച്ചിട്ടില്ല. കമ്പനിക്ക് അടിച്ച് സമ്മാനം. എത്രയാണ്? അർ റബ്ബ് ആരാണ് പറഞ്ഞാൾ? പറഞ്ഞ ആരാ? പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞോളി. 900 എന്ന് പറഞ്ഞ ആരാ? 900. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ 900-ലധികം എന്നാണ്. ആരാ 900 പറഞ്ഞത്? പേരെന്ത്? അമീനല്ലേ? അമീൻ ഇടവണ്ണ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഖുർആനിൽ അർ റഹ്മാൻ എന്നെത്ര വാക്ക് വന്നിട്ടുണ്ട്? അത് നോട്ട് നോക്കണ്ട, അപ്പോൾ പറഞ്ഞു ഓർമ്മ നോക്കുകയാണ്. 57 പ്രാവശ്യം. അതിലൊരു പ്രാവശ്യം ഒരു സൂറത്തിൻ്റെ പേരാണ്. ഏതാ സൂറത്ത്? അർ റഹ്മാൻ അല്ലേ? എന്നാൽ അർ റഹീം എന്നുള്ളത് 114 പ്രാവശ്യം വന്നിട്ടുണ്ട്. നേരെ ഇരട്ടി അല്ലേ? അർ റഹീം എന്നുള്ളത് ഖുർആനിൽ 114 പ്രാവശ്യം ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ പേരായിട്ട് വന്നാണ്. ഓക്കെ, ഇനി അള്ളാഹു എന്ന നാമം കഴിച്ചാൽ പിന്നെ അവൻ്റെ നാമവിശേഷണങ്ങളായി ഉപയോഗപ്പെട്ടിട്ടുള്ള ഇതര നാമങ്ങളിൽ വെച്ച് കൂടുതൽ സ്ഥാനം കൽപ്പിക്കപ്പെട്ട് കാണുന്നത് റഹ്മാൻ എന്ന നാമത്തിനാണ്. അള്ളാഹു എന്ന നാമം പോലെ മറ്റു വിശേഷണങ്ങളൊന്നും കൂടാതെ അർ റഹ്മാൻ എന്ന നാമവും അള്ളാഹുവിന് ഉപയോഗിക്കപ്പെട്ടു കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന നാമത്തോടൊപ്പം വേറൊന്നും ചേർത്ത് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്തായി? അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മഷൂറാണ് അല്ലേ? നമ്മളന്ന് പറഞ്ഞിരുന്നു, ഒരാൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ മതല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കും അറിയും അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്തിനാ പറയണേന്ന് അറിയാലോ അല്ലേ? അതേപോലെ തന്നെ എന്ത് സർവ്വസാധാരണമായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത്? അർ റഹ്മാൻ. റഹ്മാൻ എന്നുള്ളതും എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ആ രൂപത്തിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ്.
ഇനി ഈ റഹ്മാൻ റഹീം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് നാമങ്ങളും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾ തുടക്കത്തിൽ അസ്മാഉൽ ഹുസ്ന തുടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് പഠിക്കൽ എങ്ങനെയാണ്, ഇതിനോടുള്ള നമ്മുടെ ഹക്ക് എങ്ങനെയാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സമ്മാനം വാങ്ങിയാണ് കൊടുക്കുക. എന്താ, ഒന്ന് അത് ബൈഹാർട്ടാക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹ് നാമം എല്ലാവരും ബൈഹാർട്ടാക്കി അല്ലേ. പിന്നെ റബ്ബ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റഹ്മാൻ റഹീം. ഓക്കെ, ഈ നാമം അങ്ങനെ തന്നെ ബൈഹാർട്ടാക്കണം. രണ്ട്, അതിൻ്റെ ആശയം എന്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ നമുക്ക് എന്താവണം, മനസ്സിലാവണം. മൂന്ന്, ഈ കാര്യം നമ്മുടെ ഇബാദത്തുകളിലും മുആമലാത്തുകളിലും ജീവിതത്തിലും സ്വാധീനം ഉണ്ടാവണം. ആ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം. ഇത് മൂന്നും കൂടുമ്പോഴാണ് എന്ത് പറയുക, അതിനെ ഒരാൾ ഇഹ്സാ ചെയ്തു എന്ന് പറയാം. ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ എന്താണ്, ദഖലൽ ജന്ന. ക്ലിയർ ആണല്ലേ? അപ്പോൾ ഏതായിരുന്നാലും ഇതിൽ ഇപ്പോൾ അർത്ഥം നമ്മൾ പഠിച്ചു. എന്താ അർത്ഥം? റഹ്മത്ത് സത്തയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നവൻ അർ റഹ്മാൻ. ഓക്കെ ആണല്ലോ അല്ലേ? അർ റഹീം എന്ന് പറഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നവൻ. മറ്റൊന്നുകൂടി വിശദീകരിച്ചു, റഹ്മാൻ അത് കാഫിറെന്നോ മുഅ്മിനെന്നോ മുസ്ലിമെന്നോ നോക്കാതെ അവൻ്റെ സൃഷ്ടികൾക്ക് മുഴുവൻ റഹ്മത്ത് ചൊരിയുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അവന് കീഴ്പ്പെട്ട് വിശ്വസിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. ഇത് അർത്ഥം പഠിച്ചു. ഇതാണ് അതിൻ്റെ ആശയം. ഇനി അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടണം. അതിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് എന്താണ്? റഹ്മത്ത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? വറഹ്മത്തി, ആ റഹ്മത്തിനെ കുറിച്ച് ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് പറയാം. വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതെന്താ, എല്ലാറ്റിനേക്കാളും വിശാലമാണ്. മറ്റെന്തൊക്കെ ഉണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഏതുള്ളത്? അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിൽ പറയുന്നത് കാണാം, റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. മലക്കുകൾ, അർശിനെ ചുറ്റുന്ന മലക്കുകളുണ്ട്. എത്ര മലക്കുകൾ അർശിനെ ചുറ്റുന്ന? എത്ര മലക്കുകളാ? അർശ് വഹിക്കുന്ന മലക്കുകൾ, സോറി, അർശിനെ ചുറ്റുന്നല്ല, അർശ് വഹിക്കുന്ന മലക്കുകൾ എത്രയാണ്? 8 മലക്കുകൾ. ആ അർശ് വഹിക്കുന്ന മലക്കുകൾ. അപ്പം മലക്കിൻ്റെ വലുപ്പവും അതിൻ്റെ അവസ്ഥ എത്ര ഉണ്ടാവുക? അർശിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? അർശ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കുർസി. എന്താ കുർസി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ കാൽപാദം വെക്കുന്ന സ്ഥലം. അതെന്താണ്, എങ്ങനെ കാൽപാദം നമ്മൾ അറിയേണ്ടതില്ല. കാൽപാദം വെക്കുന്ന സ്ഥലമാണ് കുർസി. ആ കുർസിയെക്കുറിച്ച് പറഞ്ഞ് ആകാശഭൂമികളെക്കാൾ വിശാലാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മരുഭൂമിയിൽ ഒരു സ്ത്രീ ധരിക്കുന്ന വള ഇങ്ങനെ കൊണ്ടുപോയിട്ടാൽ ആ മരുഭൂമിയും ഈ വളയും തമ്മിൽ എത്ര അന്തരമുണ്ട്? ഒരു വളയം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അത് ഈ മരുഭൂമിയിലിട്ട ആ വളയും മരുഭൂമി എത്ര അന്തരമുണ്ട്? അത്ര അന്തരമുണ്ട് കുർസിയും ഈ പ്രപഞ്ചവും. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചത്തിലെ കോടാനകോടി ഗോളങ്ങളിൽ വളരെ ചെറിയൊരു ഗോളമായ ഭൂമി, ഭൂമിയിലെ 3/4 ഭാഗവും വെള്ളം, ബാക്കി കുറേ കാടുകൾ, ബാക്കി കുറച്ച് സ്ഥലത്ത് എത്രയോ മനുഷ്യനെത്തിപ്പെടാത്ത കര, അത് ജീവിക്കുന്ന മനുഷ്യനും ഈ കുർസി. ആ കുർസിയുടെ മുകളിലാണ് എന്തുള്ളത്? അർശ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അർശ് കുർസീൻ്റെ അടുത്തുമ്പോൾ വീണ്ടും ഇതുപോലെയാണ്. കുർസി അർശിൻ്റെ അടുത്തെത്തുമ്പോൾ പ്രപഞ്ചത്തിൽ ഈ ഒരു മരുഭൂമിയിൽ ഒരു വളയിട്ട പോലെ. അപ്പോൾ ആ അർശ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ പറയുന്നത്, അർശുള്ളവൻ, അർശ് സ്വന്തമായുള്ളവൻ ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ, ഈ മനുഷ്യനെ സുഹൃത്തുക്കളെ, അവനിലേക്ക് ചേർത്തി പറയുന്നതിനേക്കാൾ വലിയ പാതകമെന്തൻ. അതുകൊണ്ടാണ് ശിർക്ക് മഹാപാപാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിഷയം എന്താണ്? ആ അർശിനെ വഹിക്കുന്ന, അത്രയും വലിയ അർശിനെ വഹിക്കുന്ന മലക്കുകൾ എത്രയാന്ന് പറഞ്ഞേ? 8 മലക്കുകൾ. അങ്ങനെ എണ്ണിയാൽ തീരാത്ത മലക്കുകൾ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ എന്താ? അദദും മിനൽ അസാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്, മലക്കുകൾ ഭൂമിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉള്ള ചരൽ കല്ലിനേക്കാൾ മലക്കുകൾ വരും. നമ്മൾ ഇങ്ങനെ വാരിയാൽ എത്ര ഉണ്ടാവുക? മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഭൂമിയിലുള്ള ചരൽ കല്ലിനേക്കാൾ മലക്കുകൾ വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ലോകം എത്രയുള്ളത്? നമ്മൾ വളരെ ചെറുതാണ്. നമ്മുടെ
ചിന്തയും ഇതൊക്കെ തോന്നുന്നത്. അങ്ങനെ അങ്ങോട്ട് വിശാലമായി ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ആ അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥനയാണ്. അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമുക്കൊക്കെ വേണ്ടി. കൂടുതൽ എന്താ പറയുന്നറിയോ? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമാ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തും ഇൽമും എല്ലാറ്റിനേക്കാളും വിശാലമാണ്. ഫഗ്ഫിർ ലില്ലദീന താബു. അതുകൊണ്ട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. ഈ മലക്കൾക്ക് ആകെ പണി അവരെ സൃഷ്ടിച്ച മുതൽ ഈ അർശ് വഹിക്കലാണ്. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, തൗബ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കണേ. മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ ഒരിക്കലും എന്താവേണ്ട, സങ്കടപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നിരാശരാവേണ്ടതില്ല. നമുക്ക് വേണ്ടി, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ. വത്തബഉ സബീലക, അവർ നിന്നെ പിന്തുടരുകയും ചെയ്യുന്നവരാണ്. വഖിഹിം അദാബൽ ജഹീം, അവരെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് മലക്കുകൾ പറയും. നമ്മുടെ വിഷയം അവിടെയും പറയുന്നത് നിന്റെ റഹ്മത്ത് ആകാശഭൂമികളെക്കാൾ എല്ലാറ്റിനേക്കാളും വിശാലമാണ്. അതേപോലെ സൂറത്ത് അൻആമിൽ കാണാം, കതബ അലാ നഫ്സിഹി അർ-റഹ്മ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വന്തത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഒരു വിഷയമാണെന്ത്? റഹ്മത്ത് എന്നുള്ളത്. വഹുവ അർഹമുർ റഹീമീൻ, അവനെന്താണ്? റഹ്മത്ത് ചൊരിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അർഹമാൻ, നന്നായി റഹ്മത്ത് ചൊരിയുന്നവനാണ്. ഫഖുൽ റബ്ബുക്കും ദുർ റഹ്മത്തിൻ വാസിഅ. നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ദു റഹ്മത്തിൻ വാസിഅ, അവന് സ്വന്തമായി തന്നെ അതിവിശാലമായി റഹ്മത്ത് ഉള്ളവനാണ്. ഇങ്ങനെ കുറേ ആയത്തുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി റബ്ബിൻ്റെ കാരുണ്യവും മനുഷ്യരുടെ കാരുണ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധഭൂമിയിൽ പിടിക്കപ്പെട്ട ബന്ദികളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എങ്ങനെ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ ഓടി വന്ന് ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ആകെ ഓടി നടക്കാൻ, വെപ്രാളപ്പെട്ട് ഓടാൻ. ഇവരിങ്ങനെ ശ്രദ്ധിക്കാൻ. ഓടി വന്ന് തൻ്റെ പാല് കുടിക്കുന്ന മുലയൂട്ടുന്ന കുഞ്ഞിനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ കുട്ടിയെ കിട്ടി. പരിസരം മറന്ന് അവർ നേരെ ഈ കുട്ടിക്ക് പാലൂട്ടാൻ. ആ അവസരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാൻ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതറൗന ഹാദിഹി ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ. ഈ സ്ത്രീ ആ കുട്ടിയെ ഒരു നരകത്തിലേക്ക്, ഒരു തീയിലേക്ക് വലിച്ചെറിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സ്ത്രീ പെട്ടെന്ന് പരിസരം മറന്ന് തൻ്റെ കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന് ആളുകൾക്ക് മുമ്പ് തന്നെ പാലൂട്ടുന്നത് കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സ്ത്രീ ആ കുട്ടിയെ എടുത്ത് ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു, ഖുൽനാ ലാ വഹ്യ തഖ്ദിറു അല്ലാ തത്റഅഹു. ഒരിക്കലും നബിയെ, അത് സംഭവമല്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവരുടെ ആ അവസ്ഥകൾ കണ്ടില്ലേ? ഫഖാല, ആ സമയത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. എന്നാൽ ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നത്. അത്രയും നരകത്തിലൊരു മനുഷ്യൻ പോകുന്നത് അള്ളാഹുവിന് ആ അവസ്ഥയാണുള്ളത്. ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത്രയും കാരുണ്യം അള്ളാഹുവിനുണ്ട് എന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളൊരു ഹദീസാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മ. എന്താണ് ഇന്ന ലില്ലാഹി? അത് നമ്മൾ നോട്ടിലില്ല, നോട്ട് ഉണ്ട്. ഓക്കെ. ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഹിം വൽ ഹവാം ഫബിമാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതഫുൽ വഹ്ശു അലാ വലദിഹാ വഅഖറ അല്ലാഹ 99 റഹ്മ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ സൃഷ്ടിച്ചു, ഉണ്ടാക്കി. ആ റഹ്മത്തിൽ 99 അള്ളാഹു സ്വീകരിച്ചു. 100 വിഭജിച്ച 99 എന്ത് സ്വീകരിച്ചു? അള്ളാഹു സ്വീകരിച്ചു. ബാക്കി ഒരു ഭാഗം ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി. ആ ഒന്നിലാണ് ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. അത് വീതിച്ചത് മനുഷ്യരിൽ, ജിന്നുകളിൽ, മൃഗങ്ങളിൽ, ഇതിലൊക്കെ. മറ്റു ചില ഹദീസുകൾ, ചില റിവായത്തുകളിൽ കാണാം, വന്യമൃഗങ്ങൾ
അവരുടെ കുഞ്ഞിനെ ഇങ്ങനെ പാലൂട്ടുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ അവരുടെ കുഞ്ഞിൻ്റെ മേൽ ആ മൃഗങ്ങൾ അവരുടെ കുഞ്ഞിൻ്റെ മേൽ കാല് തട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അകത്ത് നിൽക്കുന്ന ആ കാരുണ്യം വരെ ഇങ്ങനെ വിശദമായി വിശദീകരിക്കാൻ, ഇതെല്ലാം ഈ ഒന്നിലാണ് പറഞ്ഞാൽ മനുഷ്യർ പരസ്പരമുള്ള കാരുണ്യം. ഭാര്യയും ഭർത്താവും മക്കളും നമ്മുടെ കുട്ടികളോടൊക്കെ എന്തൊക്കെ മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവും, നമുക്ക് സ്നേഹം, കരുണ, അകലെ ഓരോ വിഷയം, മനുഷ്യരുടെ മുഴുവൻ, മൃഗങ്ങളുടെ, ഇങ്ങനെ എന്തൊക്കെ ഭൂമിയിൽ കരുണ എന്ന് നമ്മൾ പറയാറുണ്ട്, അത് മുഴുവൻ കൂട്ടിച്ചേർത്താൽ ഏതാണ്? 100ൽ 1 മാത്രം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ ബാക്കി 99 അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട് അവനിൽ. എന്തിനു വേണ്ടിയിട്ടാ? ഖിയാമത്തു നാളിൽ തൻ്റെ അടിമകളോട് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും മനുഷ്യനെന്താവണ്ട, നിരാശനാവേണ്ട കാര്യമില്ല എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ ഖതബ ഫീ കിതാബി ഫഹുവ ഇൻദഹു ഫൗഖൽ അർഷ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അർഷ്, അള്ളാഹു സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല അർഷിൽ രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ റഹ്മത്ത് എൻ്റെ ഗളബിനെ അതിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഗളബും ഇത് രണ്ടും തമ്മിൽ വലിയൊരു ചർച്ച ഉണ്ട് കേട്ടോ പണ്ഡിതന്മാർക്കിടയിൽ. ഗളബ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു ഫഅലിയായ സിഫത്താണ്. അതെപ്പോഴും ഫുൾ ടൈം എന്തല്ല, അള്ളാഹു ഗാലിബല്ല, ആണോ? ഇതൊക്കെ നമ്മുടെ അഖീദയുടെ അടിസ്ഥാനമാണ് കേട്ടോ. അള്ളാഹു ദേഷ്യമുള്ളവനാണ്, എപ്പോഴും ദേഷ്യപ്പെടുന്നവനല്ല. എന്നാൽ അള്ളാഹു റഹ്മത്തുള്ളവനാണ്. അതെന്താ? ദേഷ്യമുള്ളപ്പോൾ അള്ളാഹ് എന്തുണ്ട്? റഹ്മത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും മൊത്തത്തിൽ എൻ്റെ അളബിനെ അത് ജയിച്ചിട്ടുണ്ട്. എന്ത്? എൻ്റെ റഹ്മത്ത്. അളബ് ദേഷ്യത്തെ അത് ജയിച്ചിട്ടുണ്ട് റഹ്മത്ത്. അത് അതിൻ്റെ ബാക്കിയുള്ളത് മറ്റു റിവായത്തുകൾ വന്നതാണ്. സബഖത്ത് അളബി അല്ലെങ്കിൽ ഗലബത്ത് ഗലബി, ഏകദേശം മുൻകടന്നിട്ടുണ്ട്, അത് ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു 2-3 ആയത്തുണ്ട്. സൂറത്ത് മറിയം 88 മുതലുള്ള ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള, റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറയാൻ. പക്ഷെ അവിടെ നിങ്ങൾ നോക്ക്, ആ ആയത്തിൽ 88 മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ എത്ര പ്രാവശ്യം റഹ്മാൻ എന്നുള്ള പ്രയോഗിച്ച്? അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? അള്ളാഹ് മാലിക്കാണ്, അള്ളാഹു ഷദീദുൽ ഇഖാബാണ്, ബാക്കിയൊക്കെയാണ്. പക്ഷേ ഇവിടെ അള്ളാഹ് പറഞ്ഞ നാമം ഏതാ? അർ റഹ്മാൻ. ഉലമാക്കളുടെ ഗ്രാഹ്യത നോക്കണം. മാഷാ അല്ലാഹ്. എന്താണ് അവിടെ പറഞ്ഞത്? വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ. ചില ആളുകൾ അവർ പറഞ്ഞു, ഞങ്ങൾ റഹ്മാനിന് വലത് സ്വീകരിച്ചിരിക്കുന്നു, റഹ്മാനായ റബ്ബ് കുട്ടിയെ, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർ. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്. ആരാ പറഞ്ഞേ? യഹൂദികൾ പറഞ്ഞു, നസറാനികൾ പറഞ്ഞു, മുശ്രിക്കുകളൊക്കെ പറഞ്ഞു അല്ലേ, അള്ളാഹുവിന് മക്കളുണ്ട്. ഇവിടെ നസാറാക്കൾ ഉദ്ദേശിച്ച പറയുന്നത്. എന്നിട്ടോ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ, ആ പറഞ്ഞ കാര്യം എന്താ? അവർ അങ്ങേറ്റം ഘോരമായ ആ വലിയൊരു അപരാധമാണ് അവരാ ചെയ്തിട്ടുള്ളത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആ വാക്കവർ പറഞ്ഞത് കാരണം, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞത് കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായി, ഭൂമി അത് വിണ്ടുകീറി, പർവ്വതങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലെത്തി. ഈ ഒരു വാക്ക് അവർ പറഞ്ഞത് കാരണം. ഏത് വാക്ക്? റഹ്മാനായ അള്ളാഹു വലതിനെ സ്വീകരിച്ചിട്ടുണ്ട്. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. പലപ്പോഴും എന്തറിയോ, നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞ ആളുകൾ ക്രൈസ്തവ സഹോദരങ്ങളാണ്. ഇത് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പേരിൽ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മളാളുകളും പോയിട്ട് എന്താണ് വിഷ് ചെയ്യാണ്, ഹാപ്പി ക്രിസ്മസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അള്ളാഹ് പറയണം അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഈ ആകാശഭൂമികൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകാറായി. അത്രയും ഭീകരമായൊരു വർത്തമാനം അവിടെ പറഞ്ഞിട്ടുള്ളത്. അന്ത ഔലിർ റഹ്മാനി വലദാ. എന്താണ്? വീണ്ടും പറയാം, റഹ്മാനായ റബ്ബ് അവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ വാദിച്ചത് നിമിത്തം മാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. ഒരിക്കലും കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് അവനൊരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് ന്യായമല്ല, അത് സംഭവ്യമല്ല
ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിയർ റഹ്മാനി അബ്ദാ. ഓരോ മനുഷ്യരും മുഴുവൻ ആളുകളും അബ്ദായിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. എന്താ അവിടെ പറഞ്ഞത്? നോക്കി എത്ര പ്രാവശ്യം റഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം പറഞ്ഞപ്പോൾ പോലും, ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും റഹ്മാൻ എന്ന് പറയാൻ കാരണം അവൻ്റെ റഹ്മത്തില്ലായിരുന്നെങ്കിൽ ഈ വർത്തമാനത്തിന് എന്ത് ചെയ്യുമായിരുന്നു? അവരെ നശിപ്പിക്കുമായിരുന്നു, പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. വലൗല ഫദലുല്ലാഹി വറഹ്മ, ആവർത്തിച്ച് അള്ളാഹു പറയുന്നൊരു കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് അതേപോലെ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തൊരു വിശദീകരണം എന്തെന്ന് പറഞ്ഞാൽ അവർ അബുദായിട്ട് തിരിച്ചു വരും. എന്തറിയോ? അമ്പിയാക്കളെക്കുറിച്ച് പറയുന്നിടത്ത് പോലും, ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചാണ് അബദ്, 2-3 മിനിറ്റ് കൂടിയിട്ട് അബദ് ഇവർ മകൻ ഉണ്ടായി എന്ന് പറഞ്ഞത്. ആ അമ്പിയാക്കളെക്കുറിച്ച് പോലും അള്ളാഹ് പറയുന്നത് എന്താ? അവർ അബദായിട്ട് വരും. അബദ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ യു ഒബദ്. അതിൻ്റെ അർത്ഥം അതാണ്. അബദ് എന്നതിൻ്റെ അർത്ഥം ലാ യു ഒബദ്, ആരാധിക്കാൻ കൊള്ളാത്തവൻ. അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇബ്ദഉ ബിൽ ഉബൂദിയ്യ വസന്നു ബിർ റിസാല. ആദ്യം നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം? എൻ്റെ ഉബൂദിയത്ത് പറയണം. രണ്ടാമത് എന്ത് പറയാൻ പാടുള്ളൂ? റിസാലത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയല്? മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലേ? പ്രാർത്ഥനകളിലൊക്കെ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അബ്ദാൻ. ഏതായിരുന്നാലും വീണ്ടും കാണാം ഈ വിഷയം. അടുത്ത നമ്മുടെ നോട്ടിലുള്ളത്, കാഫിറായ മനുഷ്യർ അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്താ? ഒരു കാഫിർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ യഅലമുൽ മുഅ്മിൻ മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തമഅ ബിജന്നതിഹി അഹദൻ വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖനത മിൻ ജന്നതിഹി. ഒരു മുഅ്മിൻ അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവന് സ്വർഗം പ്രതീക്ഷിക്കാൻ കഴിയൂല. സ്വർഗം പ്രതീക്ഷിക്കാൻ കഴിയൂല. ഒരു കാഫിർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അവന് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് തോന്നുള്ളൂ. എങ്ങനെയെങ്കിലും അത് കിട്ടണം എന്നാഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നതാണ് പലപ്പോഴും ആളുകൾ ഈ ഒരു അവസ്ഥയിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടെ ഈ റഹ്മത്തുമായി ബന്ധപ്പെട്ട, റഹ്മാനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. ബാക്കി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.